സാധാരണ ഒരു ഇൻഷുറൻസ് ഏജന്റ് ഒരു വ്യക്തിയെ ഇൻഷുറൻസിനായി സമീപിക്കുമ്പോൾ ആ വ്യക്തി കുറഞ്ഞ തുകയുടെ കുറഞ്ഞ പ്രീമിയത്തിലുള്ള ഒരു ഇൻഷുറൻസ് എടുക്കാനായിരിക്കും താല്പര്യപ്പെടുക. എന്നാൽ അസുഖബാധിതനായ ശേഷം ഇൻഷുറൻസ് തുക ഉയർത്തുന്നതിലേക്ക് ശ്രമിച്ചാൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് തുക ഉയർത്തി നൽകുന്നതല്ല. എന്നാൽ ഇൻഷുറൻസ് എടുത്ത് 4-5 വർഷത്തിന് ശേഷം ഇൻഷുറൻസ് തുക ഉയർത്താൻ ശ്രമിച്ചിരുന്നാലും ഉയർത്തുന്ന തുകയ്ക്ക് ഒരു പുതിയ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വെയിറ്റിംഗ് പീരീഡുകളെല്ലാം ആ ഉയർത്തുന്ന തുകയ്ക്കും ബാധകമാണ്. ഉദാഹരണം, ഒരു 10 ലക്ഷം രൂപ ഇൻഷുറൻസ് എടുത്തുള്ള ഒരു വ്യക്തി 5 വർഷത്തിന് ശേഷം അത് 25-50 ലക്ഷം രൂപയായി ഉയർത്തിയിരുന്നാലും ആ ഇൻഷുറൻസിൽ ഉയർത്തുന്ന തുകയായ 15 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം രൂപ ഒരു പുതിയ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വെയിറ്റിംഗ് പീരീഡുകളും 30, 24, 36 എന്നുള്ള വെയിറ്റിംഗ് പീരീഡ് ഈ തുകയ്ക്കും ബാധകമാണ്. ഒരു ഹോസ്പിറ്റലൈസ് ആകുമ്പോൾ ആദ്യത്തെ 10 ലക്ഷം രൂപയ്ക്ക് മാത്രമായിരിക്കും കണ്ടിന്യൂറ്റി ബെനിഫിറ്റുകൾ കിട്ടുന്നത്. ബാക്കി വരുന്ന ഉയർത്തിയ തുകയ്ക്ക് മുഴുവനായും വെയിറ്റിംഗ് പീരീഡ് ബാധകമാണ്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും വലിയ തുകയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന കണക്കിന് ഇൻഷുറൻസ് എടുക്കുക. കാരണം അടുത്ത 10-15 വർഷം കൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റൽ എക്സ്പെൻസുകളെല്ലാം വളരെയധികമായി കൂടും. ഇത് മുന്നിൽ കണ്ടായിരിക്കണം ഇൻഷുറൻസ് തുക നിശ്ചയിക്കേണ്ടത്. 10-15 വർഷത്തെ മെഡിക്കൽ എക്സ്പെൻസ് കണക്കാക്കി വേണം ഇൻഷുറൻസ് എടുക്കാൻ. ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എന്റെ മറ്റു വീഡിയോ കൂടെ കാണുക. പുതിയ ഇൻഷുറൻസ് എടുക്കുന്നതിനും ചെറിയ പോളിസിയിൽ നിന്നും വലിയ പോളിസിയിലോട്ട് മാറുന്നതിനും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.